നമുക്ക് ഈ മഹത്തായ വിഷയത്തിന് നേതൃത്വം നൽകാൻ പോവുകയാണ്. തുടങ്ങാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ദുആ ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ മഹത്തായ വിഷയം ഒരു നിർണായക ഘട്ടത്തിൽ ഇങ്ങനെ ഒരു വിഷയത്തിന് ഈ നാട്ടിലെ പാവങ്ങൾ അങ്ങ് ഇറങ്ങിത്തിരിച്ചു. അതിഥികളായി നാം വിചാരിച്ചതിന്റെ 10 ഇരട്ടി ആളുകൾ വന്നിട്ടുണ്ട്. നാട്ടുകാരൊക്കെ സഹകരിക്കണം. നമ്മുടെ പുറത്തുനിന്ന് വന്ന അതിഥികൾക്കൊക്കെ നാം നിന്നാലും ശരി അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണേ എന്ന് പ്രിയപ്പെട്ട നാട്ടുകാരോട് വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് വളരെ നല്ല സന്തോഷത്തോടുകൂടെ നേരത്തെ തന്നെ നമ്മുടെ നേതാക്കൾ ഇവിടെ എത്തി. പ്രിയപ്പെട്ട നല്ലവരായ സഹോദരങ്ങളോട് ശൈഖുന അല്പം നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്താനും പറയാനും പറഞ്ഞതുകൊണ്ട് ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടെ വെച്ച് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് ഇപ്പോ എഴുന്നേറ്റ് നിന്നതാണ്. നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ നേതൃത്വം എല്ലാവരുടെയും ഉണ്ട്. ഞാൻ ഓർക്കുന്നു കുറ്റൂർ അബ്ദുറഹ്മാൻ ഹാജി, അതുപോലെയുള്ള എന്റെ മുഹിബ്ബീങ്ങളായ സഹോദരങ്ങൾ ഇവിടെ നേരത്തെ എത്തിയിട്ടുണ്ട്. ഞാൻ എന്റെ നല്ലവരായ സഹോദരങ്ങളോട് ഒരു പ്രഭാഷണം നടത്തേണ്ടുന്ന സമയം അല്ല, പക്ഷേ ഖൽബിൽ ഇഷ്കുള്ള ഏതൊരു മനുഷ്യനും ഇത് ഖബറിലേക്ക് വെളിച്ചം കിട്ടുന്ന ഒരു സദസ്സാണ്. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുന്നമാളായ ഫാത്തിമയെ കാണാൻ വേണ്ടി ഒന്ന് പോയി. മകളെ ഒന്ന് കാണണം. മോളെ റിബ്ബൻ ഇടക്കിടക്ക് കാണാൻ വേണ്ടി പോകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടക്ക് കണ്ടില്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ കണ്ണിൽ വെള്ളം നിറയും. ഖദീജ ബീവി പലപ്പോഴും പറഞ്ഞത്, ഞാൻ ഫാത്തിമാന്റെ ഉമ്മയാണ് നബിയെ, ഫാത്തിമയുടെ ഉമ്മയാണെന്ന് പറയുമ്പോ റസൂലുള്ളാഹിന്റെ കണ്ണിൽ വെള്ളം നിറയും. ഖദീജ ബീവിയോട് വല്ലാത്ത മുഹബ്ബത്ത്, സ്നേഹം റസൂലുള്ളാഹിന്റെ ഖൽബിൽ വർദ്ധിക്കുകയും ചെയ്യും. എന്തെങ്കിലും ഒരു മിണ്ടാതിരിക്കുന്നത് കണ്ട നബിയെ ഫാത്തിമയുടെ ഉമ്മയാണെന്ന് പറയും. ആ ഫാത്തിമയെ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടു. ഒരു ദിവസം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അരികിലേക്ക് ചെന്നു നോക്കുമ്പോ ഫാത്തിമയെ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോളെ എന്ന് വിളിച്ചു. അപ്പൊ മഹദി ഉപ്പാ, മോളെ എന്ന് വിളിച്ചപ്പോ ഉപ്പാ എന്ന് വിളിച്ചൊരു മറുപടി, അത് റസൂലുള്ളാഹിന്റെ കണ്ണീരൊടുക്കുന്ന ഒരു വാചകമായി. കാരണം സാധാരണ ഫാത്തിമ ബീവി അങ്ങനെയല്ല പറയാറുള്ളത്. മോളെ എന്ന് വിളിച്ച ഓടി വന്ന് വാതിൽ തുറക്കും, ഉപ്പാന്റെ കവളത്ത് മുത്തം കൊടുക്കും. വല്ലാത്തൊരു മുത്താണത്. പക്ഷേ മോളെ എന്ന് വിളിച്ചപ്പോ ആ പൊന്നുമോള് ഉപ്പാ എന്ന് വിളിക്കലും കരയിലും ഒപ്പം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്ന് വാതിൽ തുറന്നു കൊടുത്തു. നാട്ടുകാരെ വാതിലങ്ങ് തുറന്നപ്പോ ഫാത്തിമാന്റെ മുഖം ചുവന്നിരിക്കുകയാണ്. ഫാത്തിമയുടെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവിടുന്ന് ഫാത്തിമയുടെ കണ്ണിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയുടെ കണ്ണീര് തുടച്ചു കൊടുത്തിട്ട്, എന്താണ് മോളെ, എന്തിനാണ് കരയുന്നത്? ആ സമയത്ത് നല്ലവരായ നാട്ടുകാരെ, 2 കുഞ്ഞുങ്ങൾ സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ സാധാരണ ഓടി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിയിൽ വന്നിരിക്കുന്ന 2 കുട്ടികൾ. പക്ഷേ ഇന്നൊരു ഭാഗത്ത് ആ 2 കുഞ്ഞുങ്ങൾ ഇരുന്ന് കരയുകയാണ്. ഫാത്തിമയോട് ചോദിച്ചു, മോളെ, എന്താണ് എന്റെ കുട്ടികൾ എന്റെ അരികിലേക്ക് ഓടി വന്നിരുന്ന മക്കൾ ഇന്നെന്തേ അവിടെ ഇരുന്നു കൊണ്ട് കരയുന്നത്? ഉപ്പാ, നിങ്ങളുടെ പേരക്കുട്ടികൾ ഇന്നലെ രാത്രി ഒന്നും കഴിച്ചിട്ടില്ല. ഫാത്തിമ പറയുന്നു, മുസ്ലിമീങ്ങളെ, അവിടുന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന അമുസ്ലിം സഹോദരികൾ, അമുസ്ലിം സഹോദരങ്ങൾ, ഈ രാജ്യത്തുള്ള ഹൈന്ദവരായ സഹോദരങ്ങളൊക്കെ ഞങ്ങളുടെ കൺമുമ്പിലുണ്ട്.
ദൈവം അവർക്ക് സന്തോഷം കൊടുക്കുമാറാവട്ടെ. ഞങ്ങൾ സന്തോഷത്തോടുകൂടെ പ്രാർത്ഥിക്കുകയാണ്. നല്ലവരായ സഹോദരങ്ങളോട് ഫാത്തിമ എന്ന